ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. മീൻ ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അത് വരഞ്ഞിട്ട് അതിൽ മസാലയൊക്കെ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ ഉള്ളിലും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഫിഷ് വരഞ്ഞിട്ട് ഫ്രൈ ചെയ്യുക. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള മീറ്റ് മസാല തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഈ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചപ്പോൾ അതിൽ കുരു വല്ലതും വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിൽ നിന്നൊന്ന് എടുത്ത് കളയണം. ഇപ്പം ഞാൻ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു. അതിലിപ്പോൾ ഒരു കുരു വീണ് പോയിട്ടുണ്ട്, ഞാൻ അതും കൂടി എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നാരങ്ങാനീരും ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം മതി, ഇതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഈ മസാല പുരട്ടി കൊടുക്കാം. ഫിഷിൽ ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം. നമ്മൾ ഈ ഫിഷിൻ്റെ വരഞ്ഞു കൊടുത്തതിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം. വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പുരട്ടിയെങ്കിൽ മാത്രമേ ഫിഷിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ മസാലയിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ഫ്രൈക്കും ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ മസാലയിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിനാണെങ്കിൽ മാത്രമേ ആ മസാല ഫിഷിലേക്ക് പുരട്ടി കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഫിഷിലും ഈ മസാലയൊക്കെ പുരട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ ഈ മസാലയൊക്കെ ഫിഷിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2 ഫിഷും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. പിന്നെ നമ്മൾ കിളിമീനൊക്കെ ആകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും പൊടിഞ്ഞൊന്നും പോകാതെ ശ്രദ്ധിക്കണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്